ഈസി മെത്തേഡായിട്ട് നമ്മൾ നെയിം സ്ലിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ കാണുന്നത്. അതിന് നമുക്ക് ആപ്പ് യൂസ് ചെയ്യുന്നത് ക്യാൻവ ആപ്പാണ്. ക്യാൻവ ആപ്പ് യൂസ് ചെയ്യുന്നതിന് താഴെ ഒരു പർപ്പിൾ ബട്ടൺ ഉണ്ടാവും. അതിൽ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് കാർഡ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ് കാർഡ് കിട്ടും. ആ കാർഡിലാണ് നമ്മൾ നെയിം സ്ലിപ്പ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് മെത്തേഡ് നെയിം സ്ലിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഈസി മെത്തേഡാണിത്. അതിനുശേഷം നമ്മൾ ആ ഒരു കാർഡിൽ നമ്മളിനി വേണ്ടത് താഴെ എലമെൻറ്റ്സിൽ പോയതിന് ശേഷം ഒരു ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ആ ഒരു ഫ്രെയിം എന്ന് സ്ക്വയർ ഫ്രെയിം അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഫ്രെയിംസ് ക്യാൻവയിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ആ ഒരു ഫ്രെയിം എടുത്തു. അതൊരു ഗ്രേ കളറിലാണ് വന്നത്. നമുക്ക് കളർ ജസ്റ്റ് അവിടെ നിന്ന് മാറ്റാൻ പറ്റും. അതിന് സൈസിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര സൈസ് വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കും. ക്യാൻവയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. അടുത്ത് നമുക്ക് വേണ്ടത് ഫോട്ടോ ഫ്രെയിമാണ്. ഒരു ഫോട്ടോ വെക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം. അതിന് ശേഷം ഞാൻ മെല്ലെ ഒന്ന് അവിടെ ഫ്രെയിമിന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഒരു സ്പ്ലാഷ് രീതിയിലുള്ള ഫ്രെയിമാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് ആ സൈഡിൽ നമ്മൾ കുട്ടികളുടെ ഫോട്ടോ വെക്കുന്ന ആ ഒരു സൈഡിൽ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊന്ന് മാറ്റാം. താഴെ കളറുന്നുണ്ടാവും, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാൻവയിൽ ഒരുപാട് കളർ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏത് വേണം ഡൗട്ട് പോകുമ്പോൾ അങ്ങനെ കളറുകൾ 2 കളറുകളായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ കളർ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊരു റെഡ് കളറാണ് ചൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ സൈഡ് സ്റ്റിക്കറായിട്ട് വെക്കുന്ന സ്പൈഡർമാനെയാണ്. അതുകൊണ്ട് ഞാൻ റെഡ് കളർ യൂസ് ചെയ്തു. അതിനുശേഷം ആ ഗ്രേയുടെ കളർ നമ്മൾ വൈറ്റ് ആക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അതും വൈറ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വെക്കേണ്ടത് ഫോട്ടോയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈസൊക്കെ നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. അപ്പം നമ്മൾ അതിനകത്ത് നെയിം, സബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് അതിനകത്ത് വെക്കാവുന്നതാണ്. പിന്നെ ഗാലറി പോയിട്ട് നമ്മൾ കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ഗാലറിയിൽ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം വേണമെങ്കിൽ ഞാൻ വേറെ ഒന്നും കൂടി ഇടാം, കാരണം ജസ്റ്റ് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി പേരാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേര് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പേര് നമുക്ക് താഴെ ടെക്സ്റ്റിൽ പോയിട്ട് പേര് എഴുതിയതിന് ശേഷം ഫോണ്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻവയിൽ ഒരുപാട് ഫോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്കതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു താഴെ ഒരു ആരോ മാർക്ക് കണ്ടില്ല, ആ ആരോ മാർക്ക് ജസ്റ്റ് അത് നീക്കി കഴിഞ്ഞാൽ താഴോട്ട് ഒരുപാട് ഫോണ്ട് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനൊരു ഫോണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പേര് ആ സൈഡിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആഡ് ഹെഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, സബ്ജക്റ്റ് എന്നിങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ക്ലാസ് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മൾ നെയിം സ്ലിപ്പിൽ സാധാരണയായിട്ട് കാണുന്ന ഫോണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒരുപാട് ഈ ക്യാൻവയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ ക്ലാസ്, ഡിവിഷന്, സബ്ജക്റ്റ്, സ്കൂൾ ഇന്ന് മാത്രമാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം സബ്ജക്റ്റും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചു. പിന്നെയും ടെസ്റ്റിൽ ആഡ് ഹെഡിങ്ങിൽ പോയി കഴിഞ്ഞിട്ട് അടുത്ത് കൊടുക്കാൻ പോകുന്നത് സ്കൂളാണ്. അപ്പോൾ നമ്മൾ പണ്ട് വരെ നെയിം സ്ലിപ്പിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്, നമ്മൾ മുകളിൽ സ്കൂൾ എഴുതാൻ നമുക്ക് ഒരുപാട് സ്ഥലം വേണം. ഞാൻ ജസ്റ്റ് മുകളിലൊന്ന് സ്കൂളെന്ന് കൊടുത്തതിന് താഴെയും ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്കൂളിൻ്റെ ആ ഒരു ബാക്കി എഴുതാനുള്ള ഒരു ലെയറും കൂടെ കൊടുത്തു. അപ്പം നമ്മുടെ സ്റ്റിക്കറിൽ, അതായത് നമ്മളവിടെ ആക്കി വെച്ച സ്റ്റിക്കറിൻ്റെ മേളിൽ കയറാതെ അത് നമുക്ക് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കാൻ പറ്റണം. അപ്പോൾ അതുപോലെ അതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതും സൈഡ്, സെൻറ്റർ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസും ഒരുപാട് നമുക്ക് ക്യാൻവയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് സ്റ്റിക്കറിൻ്റെ മാത്രമൊന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. സോറി, നെയിം സ്ലിപ്പിൻ്റെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പം ഞാൻ ക്ലാസ്, ഡിവിഷൻ, സബ്ജക്റ്റ്, സ്കൂൾ എല്ലാം വെച്ചു. പിന്നെ എന്തെങ്കിലും ചേഞ്ച്, അതുപോലെ സൈസ് മാറാതെ അങ്ങനെ നമുക്ക് കറക്റ്റ് അളവിലാണോ വെക്കണ്ടേ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തിയതിന് ശേഷം ഞാൻ മുകളിലുള്ള ആ ഒരു ആരോ മാർക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ഒരു 20 സെക്കൻഡൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻവയിൽ ഇത് ഡൗൺലോഡായിട്ട് വരും. വന്നതിന് ശേഷം നമുക്ക് സാധാരണ എല്ലാവരും A3 സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് A3 സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് ക്യാൻവ
ക്യാൻവ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് A3 സെറ്റ് ചെയ്യാൻ. അതിൽ അപ്പം അതിന് മുമ്പ് ഞാൻ വേറൊരു ഇമേജും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സ്റ്റിക്കറിൻ്റെ ആ ബിസിനസ് കാർഡ് തന്നെ എടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ സ്പൈഡർമാൻ്റെ ഫുള്ളായിട്ടൊരു സ്പൈഡർമാൻ്റെ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതേ ഉള്ളൂ. അതായത് ഈ ഒരു ഫ്രെയിം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ആ ഒരു ഫോട്ടോയും അതിനകത്ത് ആഡാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ ഒരു സ്ക്വയർ ഫ്രെയിം എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞ് സ്ക്വയർ ഫ്രെയിംസ് എടുത്ത ശേഷം അതിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. അതിൽ ഇതുപോലെ തന്നെ സബ്ജക്റ്റ്, സ്കൂള്, നെയിം അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുക. അതും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വലുപ്പത്തിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മോഡൽ നെയിം സ്ലിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അത് ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇതിൽ പേര്, കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം നമ്മൾ നേരത്തെ എന്ത് അതേ ഫോർമാറ്റ് വന്നോ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഈ നെയിം സ്ലിപ്പിനും വരുന്നത്. ഇതിൽ ചേഞ്ച് വരുന്നത് ആകെ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു സ്റ്റിക്കറില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ഒരു ഇമേജ്, ഇപ്പോൾ ഞാനത് നേരത്തെ ചെയ്ത് വെച്ചതാണ്. അതിങ്ങനെ വരും. ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് A3യിലേക്കാണ് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ A3യിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അത് നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞായിരുന്നു. ക്യാൻവയിൽ ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് A3 ഡോക്യുമെൻ്റ് അവിടെ മുകളിലുണ്ട്. A3 ഡോക്യുമെൻ്റ് എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചത് ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇത് ഒരു A3യിൽ 30 നെയിം സ്ലിപ്പാണ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് 30 എണ്ണം ഒരു ക്യാൻവയിൽ, അതായത് ക്യാൻവയിൽ A3 പേജിൽ കൊള്ളുന്ന രീതിയിലാകുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ സ്റ്റിക്കറിൻ്റെ ആ ഒരു ഇത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റ് 30 എണ്ണം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് നേരെ തന്നെ നമ്മുടെ പ്രിൻ്റ് കടയിൽ കൊണ്ട് കൊടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് സ്റ്റിക്കർ, അതായത് സ്റ്റിക്കറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നെയിം സ്ലിപ്പ് ആക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡാണിത്. ഇനി പിള്ളേരെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കടയിലൊന്നും ഷോപ്പിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കങ്ങനെ ചെയ്തെടുക്കാവുന്ന ഒരു ഇതാണ് നെയിം സ്ലിപ്പ്. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ആ ചാനലിൽ ഉണ്ടാകും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പം എല്ലാവരും സ്റ്റിക്കറൊക്കെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തതിന് ശേഷം നേരത്തെ അതേ ചെയ്ത മെത്തേഡിൽ നമുക്കിത് ഡൗൺലോഡാക്കി എടുക്കാം. ഡൗൺലോഡാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ഇതിലാണ് കിട്ടുന്നത്. ഇത് നേരെ ഫോട്ടോ പ്രിൻ്റ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറിൽ പ്രിൻ്റ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.